ഇനി CARSൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു ഡയഗ്രാം കൂടി ഉണ്ട് CARSന്. ഈ പമ്പ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ν1 ആണ്. ആ പമ്പ് ഫ്രീക്വൻസി കാരണം ഉണ്ടായ സ്റ്റോക്സ് ലൈൻ ആണ് ഈ കാണുന്നത്. അതിൻ്റെ ഫ്രീക്വൻസിയാണ് സ്റ്റോക്സ് ഒമേഗ. രണ്ടാമത് ഈ സ്റ്റോക്സ് ഒമേഗ വന്ന് വീണിരിക്കുന്ന എക്സൈറ്റഡ് ആ ലെവലിൽ നിന്ന്, അതൊരു എക്സൈറ്റഡ് ലെവലാണ്. ആ ലെവലിൽ നിന്നാണ് പിന്നെ മോളിക്യൂൾ എക്സൈറ്റ് ചെയ്ത് പ്രോബ് ഫ്രീക്വൻസി കാരണം അടുത്ത ലെവലിലേക്ക് എത്തുന്നത്. അവിടെ നിന്നാണ് പിന്നെ ആൻറ്റി സ്റ്റോക്സ് ലൈനായിട്ട് ഒമേഗ വരുന്നതും CARS അതിനെ ആംപ്ലിഫൈ ചെയ്ത് വലിയ പീക്കായിട്ട് കാണിക്കുന്നതും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മോളിക്യുലാർ സ്ട്രക്ചർ ഡിറ്റർമിനേഷനാണ്. മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ ഡിറ്റർമിനേഷനും പിന്നെ കുറച്ച് കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാനാണ്. അതായത് റൊട്ടേഷണൽ സ്പെക്ട്രം ഓഫ് ഗ്യാസസ്, ഗ്യാസ് ഫേസ് കമ്പഷൻ, ബയോളജിക്കൽ സാമ്പിൾസ് ഇൻ അക്വ സൊല്യൂഷൻ which is often produce strong fluorescence in normal Raman scattering. മോളിക്യുലാർ സ്ട്രക്ചർ ഡിറ്റർമിനേഷനും പിന്നെ ഗ്യാസ് കമ്പഷൻ്റെ സ്റ്റഡീസിനും പിന്നെ റൊട്ടേഷൻ സ്പെക്ട്രം ഓഫ് ഗ്യാസസിനും പിന്നെ അക്വ സൊല്യൂഷനിലുള്ള ബയോളജിക്കൽ സാമ്പിൾസ് ഇൻ അക്വ സൊല്യൂഷൻ വിച്ച് ഓഫൻ പ്രൊഡ്യൂസ് സ്ട്രോങ് ഫ്ലുറസെൻസ് ഇൻ നോർമൽ സ്കാറ്ററിങ്. നോർമൽ സ്കാറ്ററിങ്ങിൽ ഫ്ലുറസെൻസ് കാണിക്കുന്ന ആൾക്കാർ ബയോളജിക്കൽ സാമ്പിൾസിൽ അക്വ സൊല്യൂഷനുള്ള ബയോളജിക്കൽ സാമ്പിൾസിൽ കാണിക്കാറുണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് CAR സിഗ്നൽസ് 8 to 10 times സ്ട്രോങ്ങർ മാഗ്നിറ്റ്യൂഡ് ദാൻ നോർമൽ ആണ്. അതായത് സാധാ രാമൻ സ്കാറ്ററിങ്ങിനെ ആംപ്ലിഫൈ ചെയ്ത് കാണിക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ക്യാൻ ഈസിലി വിഷ്വലൈസ്ഡ് കമ്പയർ ടു ഫ്ലുറസെൻസ്. ഈവൻ മൈക്രോ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ CARS. ലിമിറ്റേഷൻസ് പറയുന്നത് ബാൻഡ് ഷേപ്സ് ആർ ഓഫൻ ഡിസ്റ്റോർട്ടഡ്, സാമ്പിൾസ് മേ ഡീകമ്പോസസ് ബൈ ഹൈ പവർ ഓഫ് ലേസർ.